ഇടുക്കി നെടുങ്കണ്ടത്ത് മാതാവിന്റെയും സഹോദരന്റെയും ഇരട്ടക്കൊലയിൽ കുറ്റം സംബന്ധിച്ച് പിടിയിലായ സജി. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് സജിയുടെ കുറ്റസമ്മതം. വീട്ടുവളപ്പിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ സജിയുടെ മാതാവ് മേരിക്കുട്ടിയുടെയും സഹോദരൻ റജിയുടേതും എന്ന് പോലീസിന്റെ വിലയിരുത്തൽ. സജി കുറ്റം സമ്മതിച്ചുവെന്നും കീഴടങ്ങുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങുകയാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം? അതുപോലെ തന്നെ മേരിക്കുട്ടിയുടെ ഭർത്താവിനെയും 2018 സമാനമായ സാഹചര്യത്തിൽ കാണാതാവുകയായിരുന്നു. അപ്പോൾ ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നിലവിൽ എപ്പോഴെന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അമ്മയും സഹോദരനെയും കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളത് പോലീസിനോട് ഇപ്പോൾ എന്തായാലും സജി സമ്മതിച്ചിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സജി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ ഡേറ്റിൽ ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുകയുമാണ്. മാത്രമല്ല, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട്, അതായത് സജി വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. അതിന് എതിർപ്പ് ഈ മാതാവ് മേരിക്കുട്ടിയും അതുപോലെ തന്നെ സഹോദരൻ റജിയും നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതേ തുടർന്നുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള വാക്കുതർക്കം അത് സംഘർഷത്തിൽ കലാശിക്കുകയും അത് കൊലപാതകത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നത്. പക്ഷേ അതിലൊരു വ്യക്തത കുറവുണ്ട്. അതിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അടിമുടി ദുരൂഹതയാണ് ഈ സജിയുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2018 സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത് മുതലുള്ള സംഭവങ്ങളിൽ ഇങ്ങോട്ട് ഈ രണ്ട് കൊലപാതകം നടന്നതുവരെയുള്ള കാര്യങ്ങളിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. 2018 പിതാവിനെ കാണാതായതും സമാനമായൊരു സാഹചര്യത്തിലാണ്. പോലീസിന് യാതൊരു തുമ്പും ആ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതും ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസ് വീണ്ടും അന്വേഷിക്കാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിൽ ചോദിച്ചറിയുകയാണ് പോലീസ് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒരുപക്ഷെ പ്രതി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് പോലീസിനോട് സഹകരിക്കുകയാണെങ്കിൽ മാത്രം അത്തരം നടപടിയിലേക്ക് പോകും. അല്ലെങ്കിൽ നാളെയായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ അരും കൊലയാണ് നെടുങ്കണ്ടം പച്ചടിയിൽ നടന്നിരിക്കുന്നത്. അമ്മയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നുള്ളതാണ് ഇവിടുത്തെ സംഭവം. അത് പ്രതി സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.